തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയ രോഗി കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നെയ്യാറ്റിൻകര കരക്കുട്ടപ്പന സ്വദേശി രാജേഷ് കുമാറാണ് മരിച്ചത്. സനീറ്റയുണ്ട് വിവരങ്ങളുമായി. സനീറ്റ, രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണോ പ്രതിഷേധം? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സനീറ്റ, കേൾക്കാമെങ്കിൽ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടറെ കാണാനെത്തിയ രോഗി കുഴഞ്ഞു വീണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണെന്ന് മനസ്സിലാകുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ രോഗിയെ കാണാൻ കൂട്ടാക്കിയില്ല. സനീറ്റ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ആനന്ദ്, വലിയ ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് നിലവിൽ ആശുപത്രി പരിസരത്തുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധിക്കാൻ ആയിട്ട് എത്തിയ നാട്ടുകാരും അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ വലിയ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വന്ന അല്ലെങ്കിൽ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയ ആ രോഗി കുഴഞ്ഞു വീഴുന്ന ഇപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സനീറ്റ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് തുടർ നടപടികൾ? പ്രതിഷേധിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികളായി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നത്? ആനന്ദ്, ഇത്തരത്തിൽ ഈ രോഗിക്ക് കടുത്ത നെഞ്ചുവേദനയുമായി എത്തിയ ഈ രോഗിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർ എടുത്തു പറയുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രി വളഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ 7 മണിയോടുകൂടിയാണ് ഈ മരണപ്പെട്ട വ്യക്തി കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്നാൽ അദ്ദേഹത്തെ ക്യൂവിൽ നിൽക്കാൻ തന്നെയാണ് ഈ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പ്രധാനമായും അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയ നെഞ്ചുവേദനയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ ക്യൂവിൽ നിൽക്കാൻ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് എടുത്ത് ചോദിക്കേണ്ട ഒന്ന് തന്നെയാണ്. തുടർന്ന് വലിയ നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹം അടുത്തുള്ള കസാരയിലേക്ക് ഇരിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുകയാണ്. വളരെ ദുഃഖകരമായ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും അതിനെ തുടർന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.